ولا تكونوا كالتي نقضت غزلها من بعد قوة أنكاثا ولا تكونوا മക്കയിലെ ആളുകളെ ജനങ്ങളെ നിങ്ങൾ ആകാൻ പാടില്ല കല്ലത്തി ഒരു പെണ്ണിനെ പോലെ ആകാൻ പാടില്ല അവളുടെ പണി എന്താണ് രാവിലെ ആകുമ്പോൾ അവളിങ്ങനെ കയർ വിരിക്കാൻ തുടങ്ങും നൂല് വിരിക്കാൻ തുടങ്ങും എന്നിട്ടോ വൈകുന്നേരമാകുമ്പോൾ അതൊക്കെ പൊട്ടിച്ചാടി കളയും രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരും എന്നിട്ട് വൈകുന്നേരം കൊടട്ടുടക്കും വൈകുന്നേരം വരെ വെള്ളം കൊണ്ടുപോയിട്ട് കൊടട്ടുടക്കും എന്ന് പറഞ്ഞ പോലെ വൈത്ത എന്ന് പറഞ്ഞ ചീറാണ് എന്ന് പറയപ്പെട്ട പെണ്ണിന്റെ പണിയതാണ് അത് ഖുർആൻ പറയുകയാണ് ആ പെണ്ണിനെ പോലെ നിങ്ങൾ ആകരുത് നല്ല ശക്തമായി പിരിച്ച് കയറുണ്ടാക്കിയ ശേഷം അതൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് അതുവരെ പണിയെടുത്തത് മുഴുവനും വെള്ളത്തിലാക്കി അതുവരെ ജോലിയെടുത്തത് മുഴുവനും നശിപ്പിച്ചുകൊണ്ട് തിരിച്ചുപോയ റൈത്ത എന്ന ചേറാന എന്നറിയപ്പെടുന്ന പെണ്ണിനെ പോലെ നിങ്ങളാകരുത്. മാത്രമല്ല ചേറാനക്കുള്ള അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ രണ്ടാമത്തെ പോയിന്റ് റൈത്തന്റെ നാടാണ് ചേറാന എന്ന് പറഞ്ഞാൽ റൈത്തന്റെ നാടാണ്. അപ്പൊ അതുകൊണ്ട് ആ പ്രാന്തത്തിൽ പെണ്ണ് ജീവിച്ച സ്ഥലമാണ്. അള്ളാഹു ഉദാഹരിച്ച പെണ്ണാണ് അങ്ങനത്തെ ഒരു സ്ഥലമാണ് ചേറാന. ഇനി രണ്ടാമതായി ആ സ്ഥലത്തിന്റെ പ്രത്യേകത മക്കയിൽ സംസം വെള്ളം പോട്ടോ സംസം വെള്ളം കഴിച്ചാൽ മക്ക പ്രദേശത്തെ ഏറ്റവും ശുദ്ധമായ ജലമുള്ള സ്ഥലം അത് ചേറാനയിലാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെ പഠിക്കണം. നമ്മുടെ റസൂലുള്ളാഹിന്റെ നാടിനെ കുറിച്ച് ഓരോന്ന് ഇഴയണം, ചെകഞ്ഞെടുക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല മറ്റൊരു പ്രത്യേകത ഹിജ്റ 8-ാം വർഷം ഹുനൈൻ യുദ്ധം നടന്നു. ഈ ഹുനൈൻ യുദ്ധത്തിൽ ഗനീമത്ത് സ്വത്ത് ധാരാളം ലഭിച്ചു. അങ്ങനെ ധാരാളം ലഭിച്ചിട്ട് ജിറാന എന്ന പ്രദേശത്തെത്തിയപ്പോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് തിരിച്ചില്ല, മദീനയിലേക്ക് തിരിച്ചില്ല. ജിറാന എന്ന സ്ഥലത്ത് 10 ദിവസത്തോളം തങ്ങി. 10 ദിവസം ഹബീബ് താമസിച്ച സ്ഥലമാണ് ഏത്? ജിറാന. 10 ദിവസം. എങ്ങനെ? ഹുനൈൻ യുദ്ധത്തിൽ ഒരുപാട് ഗനീമത്ത് സ്വത്ത് കിട്ടിയിട്ട് അത് മുഴുവൻ ഓഹരി വെക്കാതെ അത് മുഴുവനും ജിറാന എന്ന പള്ളിയുടെ പരിസരത്ത്, അന്ന് പള്ളിയില്ല, പിന്നീടാണ് പള്ളി ഉണ്ടാക്കിയത്. ആ പള്ളിയുടെ പരിസരത്ത് അവിടെ ഒരുമിച്ച് കൂട്ടിയിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 ദിവസം അവിടെ അങ്ങനെ കഴിഞ്ഞുകൂടാ. എന്തിനാണെന്നറിയോ? ഹവാസിൻ ഗോത്രക്കാരന്റെ ആരാന്നറിയോ? റസൂലുള്ളാഹിന്റെ അമ്മാവന്മാരില്ലേ? കഴിഞ്ഞ പ്രാവശ്യം അവര് അങ്ങോട്ട് തായിഫിലേക്ക് പോയിട്ട് എറിഞ്ഞിട്ട് ചോരൊലിപ്പിച്ച നാട്ടുകാരില്ലേ? ആ നാട്ടുകാരെ തിരിച്ചു വരുന്ന റസൂലിന് ഒരു പ്രതീക്ഷ. അവര് ആരെങ്കിലും വന്നിട്ട് ഇസ്ലാം മതം വിശ്വസിച്ചാൽ അവർക്ക് ഈ ഗനീമത്ത് സ്വത്ത് കണ്ട് കൊടുക്കല്ലോ. അങ്ങനെ എന്ത് ചെയ്തു എന്നറിയോ? 10 ദിവസം അവര് വന്നില്ല. 10 ദിവസം വരും പറഞ്ഞ് പല ദൂതന്മാരെ അയക്കുന്നുണ്ട്, അവരിലേക്ക് ഇങ്ങനെ അയക്കുന്നുണ്ട്. അവരാരും തിരിച്ചു വരുന്നില്ല. പക്ഷെ അവസാനം സമയമായോ എന്താണ്? അവസാനം ഗത്യന്തരമില്ലാതെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഗനീമത്ത് സ്വത്തൊക്കെ 10 ദിവസം കഴിഞ്ഞപ്പോ വിഹിതിച്ചു കൊടുത്തപ്പോ സ്വഹാബത്തിനിടയിൽ തർക്കമാണ്. അന്നത്തെ ഒരു സ്വത്തിലും അൻസാരികൾക്ക് ഒരു സ്വത്തും കൊടുത്തില്ല. മക്കയിലെ മുസ്ലിങ്ങളായ ആളുകളും അതുപോലെ ത്വായിഫിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾക്കും ഹവാസിൻ ഗോത്രത്തിൽ പങ്കെടുത്ത കുറച്ച് ആളുകൾക്കൊക്കെ ഗനീമത്ത് സ്വത്ത് ധാരാളം കൊടുത്ത്, ആട് കൊടുത്ത്, ഒട്ടകം കൊടുത്ത്, അങ്ങനെ എല്ലാ ഗനീമത്ത് സ്വത്തും കൊടുത്ത്. പക്ഷെ അൻസാരികൾക്ക് കൊടുത്തില്ല. അപ്പൊ അൻസാരികളുടെ ക്യാമ്പിൽ ചെറിയൊരു അസ്വാരസ്യം. അങ്ങനെയാണല്ലോ, മുതലാണല്ലോ, ചെറിയൊരു അസ്വാരസ്യം. മുഹമ്മദ് റസൂലുള്ളാഹി തന്റെ നാട്ടുകാരായ, ജനിച്ചു വീണ നാട്ടുകാരായ മക്കക്കാർക്ക്, മക്കന്റെ പ്രത്യേകതയല്ല നമ്മൾ പറഞ്ഞത്, മക്കക്കാർക്ക് കുറെ കൊടുത്തല്ലോ, ഞമ്മക്കൊന്നും തന്നീലല്ലോ എന്നിങ്ങനെ പറഞ്ഞ ഒരു അസ്വാരസ്യം അൻസാരികളുടെ ക്യാമ്പിൽ ഇങ്ങനെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഉദയം ചെയ്തപ്പോ ഈ വിവരം അല്ലാഹുവിന്റെ ഹബീബ് അറിഞ്ഞു. പിറ്റേന്ന് രാവിലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിറാനിൽ എത്തുമ്പോൾ ഓർക്കണം, ഇപ്പൊ ജിറാന പള്ളിയുള്ള സ്ഥലം, ആ പള്ളിയുടെ ഭാഗത്ത് എണീറ്റിരുന്നുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗ അലാ തർബൗന യാ മഅ്ശറൽ അൻസാർ, ഓ അൻസാരികളെ, നിങ്ങൾക്ക് ഇഷ്ടമില്ലേ ആളുകളൊക്കെ ആടുകളും ഒട്ടകങ്ങളുമായി ജനങ്ങളൊക്കെ പോകുന്നു, എന്നിട്ടോ ആളുകൾ മുഴുവനും പോകുന്നത് ആടുകളുടെ കൂടെയാണ്, ഒട്ടകങ്ങളോ
നിങ്ങളോട് കൂടെയാണ്, നിങ്ങളോ മടങ്ങിപ്പോകുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയാണ്. ഇലാ റിഹാലിക്കും, നിങ്ങളുടെ നാട്ടിലേക്ക്. ഓർക്കൊക്കെ കിട്ടിയതെന്താ? ആടുകളെയും ഒട്ടകങ്ങളെയുമാണ്. നിങ്ങൾക്ക് ലഭിച്ചതോ അറിയണേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ഇതങ്ങ് കേട്ടപ്പോ അതുവരെയുള്ള എല്ലാ സ്വരസും മാറി, അൻസാരികൾക്ക് മാറി. എന്നിട്ടോ അവർ പറയുകയാണ് റളീനാ ബിറസൂലില്ലാഹി ഖസമൻ വഹല്ലാഹ്, റളീനാ ബിറസൂലില്ലാഹി ഖസമൻ വഹല്ലാഹ്. അരേ അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങൾക്ക് ഓഹരി മതി നബിയേ. റസൂലുള്ളാഹിനെക്കാളും വലിയ ഒട്ടകമില്ല, അല്ലാഹുവിന്റെ ഹബീബിനെക്കാളും വലിയ ആടുകളില്ല, റസൂലുള്ളാഹിനെക്കാളും വലിയ കുതിരകളില്ല, അവിടത്തെക്കാളും വലിയ തവറുകളില്ല, ഈത്തപ്പഴങ്ങളില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഹുബ്ബുർ റസൂലിന്റെ പാഠം പഠിപ്പിച്ച സ്ഥലമാണ് ജറാന. അത് പോകണം, കാണണം, സന്ദർശിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല സൂറത്തുൽ ഹജ്ജിലെ വഅതിമുൽ ഹജ്ജ വൽ ഉംറത എന്ന് തുടങ്ങുന്ന ആയത്തിറങ്ങിയതും ജറാനയിൽ വെച്ചാണ്. സമയമില്ല, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി മൂന്നാമത്തെ അതിർത്തി നമ്മൾ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടോ. 22 കിലോമീറ്റർ. നേരത്തെ ജറാനയ്ക്ക് എത്രയാണ്? 22 എന്ന് പറഞ്ഞു. അതേപോലെ മക്കയിൽ നിന്ന് 22 കിലോമീറ്റർ ദൂരമുള്ള മറ്റൊരു അതിർത്തിയാണ് ഹുദൈബിയ. നിങ്ങളെ ഈ മക്കയിൽ നിന്ന് നടക്കേണ്ട ഒരു ജിദ്ദേ പോക്കില്ലേ, ഹറമിലെത്തിയിട്ടുണ്ട് ഒരു ജിദ്ദേ പോക്ക്. ജിദ്ദേ പോകുമ്പോഴൊന്നും ഞാൻ വണ്ടിക്ക് അടുത്ത് പോകുന്ന ആൾക്കാരോടാ പറഞ്ഞത്, എപ്പോഴും ആ എക്സ്പ്രസ് വേ പിടിക്കരുത്. എക്സ്പ്രസ് വേ ജഫർക്കാർ നിങ്ങളവിടെയൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ആ എക്സ്പ്രസ് വേ പിടിക്കുന്നതിന് പകരം ഇനി പോകുമ്പോൾ നിങ്ങൾ പഴയ ജിദ്ദ റോഡ് പിടിക്കണം. പഴയ ജിദ്ദ റോഡ് നിങ്ങളൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും അല്ലെ. പഴയ ജിദ്ദ റോഡ് പിടിക്കുമ്പോൾ അവിടെ ബുറൈമാൻ ജയിലിന്റെ ചെക്ക് പോയിന്റ് ഉണ്ട്, ഷുമൈസി ചെക്ക് പോയിന്റ് ഉണ്ട്. ആ ഷുമൈസി ചെക്ക് പോയിന്റിന്റെ തൊട്ടടുത്ത ഏതുള്ളത് ഹുദൈബിയ. ഹുദൈബിയ എന്ന് പറഞ്ഞ സ്ഥലം ഇത് മക്കയുടെ മൂന്നാമത്തെ അതിർത്തിയാണ്. മാത്രമല്ല ഹുബ്ബുർ റസൂലിന്റെ ഒരുപാട് പാഠങ്ങൾ നടന്ന സ്ഥലമാണ് ഹുദൈബിയ സന്ധി. എല്ലാവർക്കും അറിയാൻ അറിയുന്ന വിഷയമായതുകൊണ്ട് ഞാൻ വിടുകയാണ്. അവിടെ എന്തുണ്ടെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു എടുക്കാൻ വേണ്ടി ഉപയോഗിച്ച കിണറുണ്ട്. ഇന്നും ആ കിണറിൽ വെള്ളമുണ്ട്. ഏകദേശം 1.5 മാസം മുമ്പ് ഞാൻ പോയിരുന്നു റിയാദിലെ ഒരു ചരിത്ര ട്രിപ്പിൽ അവരുടെ കൂടെ പോയിരുന്നു. അന്ന് ഞങ്ങൾ ഹുദൈബിയ കിണർ കാണാൻ പോയി. അവിടെ ആ കിണറ്റിന്റെ ഉള്ളിൽ നിന്നും വെള്ളമുണ്ട്. ആ കിണറിൽ എങ്ങനെയാണ് വെള്ളം വന്നത് എന്നറിയുമോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കിണറ്റിലേക്ക് നോക്കി, അതിൽ വെള്ളമില്ല. അങ്ങനെ വെള്ളമില്ലാതെ വന്നപ്പോ ഒരു ചെറിയ കിണ്ടി റസൂലുള്ളാഹിന്റെ കിണ്ടി അറിയില്ലേ, മോളി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ചെറിയ കിണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. എന്നിട്ടോ അതിൽ നിന്ന് എടുക്കാൻ വേണ്ടി റസൂൽ ഇങ്ങനെ കയ്യിലേക്ക് വെള്ളമൊഴിച്ചു. സഹാബത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായിൽ വെള്ളം കുടിച്ചുകൊണ്ട് ആ കിണറ്റിലേക്ക് അങ്ങ് തുപ്പി. സ്വഹാബത്ത് ചേർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതോടുകൂടെ ഹുദൈബിയയിലെ കിണറങ്ങൾ ഉറവ് പൊട്ടി. സ്വഹാബത്ത് കൂട്ടിച്ചേർക്കുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ ഹുദൈബിയ സന്ധിയിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാം. റസൂലുള്ളാഹിന്റെ കൂടെ സ്വഹാബത്ത് ഹുബ്ബുർ റസൂൽ പ്രകടിപ്പിച്ച ഏറ്റവും വലിയ രംഗമാണ്. അഥവാ മക്കയിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ആയിരക്കണക്കിന് ഒട്ടകങ്ങളും ആടുകളുമായി റസൂലുള്ള വന്നിട്ട് ഇതാ മുശ്രിക്കീങ്ങൾ ദുർബലരാണെന്ന് അറിഞ്ഞിട്ടും അങ്ങോട്ട് കടക്കാനേക്കാതെ തിരിച്ചു പോകാൻ തയ്യാറായ മുഹമ്മദ് റസൂലുള്ളാഹ് അവിടുന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയപ്പോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബിസ്മി അറിയില്ല കേട്ടോ, അതുകൊണ്ട് ബിസ്മി മാറ്റി എഴുതണമെന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ഖുറൈശികൾ ശാഠ്യം പിടിച്ച സ്ഥലമാണ് ഹുദൈബിയ. ഇനി നമുക്ക് ഒരുപാട് സംഭവമുണ്ട്. ബൈഅത്തുൽ പാഠങ്ങളുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ നമുക്ക് അനുഗ്രഹം നൽകുമാറാവട്ടെ. ആ ഹുദൈബിയയിൽ വെച്ചാണ് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നത്. അവിടെ വെച്ച് സഹാബത്ത് മുഴുവനും വാളോങ്ങിയിട്ട് റസൂലുള്ളാഹിന്റെ കൂടെ പറയുകയാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നെങ്കിൽ, ഞങ്ങളുടെ ദൂതരെ കൊന്നെങ്കിൽ ഞങ്ങൾ അവരെ മുഴുവനും മറുത്ത് മുറിച്ചു കൊല്ലും എന്ന് പറഞ്ഞപ്പോ ഹബീബ് പറയാ, അടങ്ങണം മടങ്ങണം.
കുറെ കഴിഞ്ഞു. ക്യാമ്പിൽ അസ്വസ്ഥതകളൊക്കെ മാറിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു വരിക. കിംവദന്തി ഉണ്ടായില്ല. തിരിച്ചു വന്നു. ശേഷം കരാർ എഴുതുക. കരാർ എഴുതുമ്പോ രണ്ടാമതായി എഴുതുന്നു മിൻ മുഹമ്മദിൻ റസൂലില്ലാഹ്. അലി റളിയല്ലാഹു അൻഹു എഴുതുന്നത് മിൻ മുഹമ്മദിൻ റസൂലില്ലാഹ്. ഹുദൈബിയ കാണണം നിങ്ങൾ. ഇതൊക്കെ അവിടുത്തെ ഓർമ്മ. അവിടെ റസൂൽ ഇന്ന് ഈ കിണറ്റിന്റെ അടുത്ത് ഒതു എടുത്തെന്ന് പറഞ്ഞല്ലോ, ആ ഒതു എടുത്ത സ്ഥലം ഇന്നും ഒരു കുബ്ബ കെട്ടിയിട്ട് അത് പിടിച്ചിട്ടില്ല. എന്താണെന്ന് അറിയില്ല, ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും. വല്ലാതെ പറയേണ്ടതായിരുന്നു, കാരണം അടുത്ത പ്രാവശ്യം ഇനി പഠിക്കൂടി. അപ്പൊ ഏതായാലും ആ കിണറിന്റെ ചുറ്റുവട്ടത്ത് ഒരു കുബ്ബയുണ്ട്. ആ കുബ്ബയുടെ ഭാഗത്താണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നത്. അതിന്നുണ്ട്. അതേപോലെ ഈ കരാർ നടന്ന പള്ളി പൊളിച്ചിട്ട് പകുതി ഭാഗമായിട്ട് ഇങ്ങനെ ആ കരിങ്കല്ലുകളൊക്കെ ഇന്നും അതിന്റെ തൊട്ടടുത്ത് നല്ലൊരു പള്ളി വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ കരാർ നടത്തിയ ഹുദൈബിയ പള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹുദൈബിയ പള്ളി കാണണം നിങ്ങൾ, നല്ല സ്ഥലമാണ്. അത് ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങളുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടേക്ക് ഒരുപാട് സംഭവം ഞാനൊക്കെ വിടുക. എന്നിട്ട് എത്രത്തോളം അവസാനം അവിടെ വെച്ചാണല്ലോ ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ആയത്തിറങ്ങുന്നത്. വകാന ദാലിക ഇൻദല്ലാഹി ഫൗസൻ അലീമ എന്ന ആയത്തൊക്കെ ഹുദൈബിയയെ കുറിച്ചാണ് ഇറങ്ങുന്നത്. മനസ്സിലാക്കുന്നവർ പെട്ടെന്ന് മനസ്സിലാക്കി പോകുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രല്ല വേറൊരു പ്രത്യേകത, ഒന്ന് കിണറ്റിൽ വെള്ളം ഉണ്ടായി എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പ്രത്യേകത നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും, റസൂലുള്ളാഹിന്റെ കയ്യിലൂടെ വെള്ളം ഉറവ് പറ്റി എന്നുള്ള സംഭവം കേട്ടിട്ടുണ്ടാകും. അത് നടന്നത് എവിടെ വെച്ചാണ്? അത് ഒരുപാട് 5ഓളം സ്ഥലങ്ങളിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ തന്നെയാണല്ലേ. ലോകത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള വെള്ളം അത് സംസം വെള്ളമല്ല, ഹൗദുൽ കൗസറല്ല, അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈകളിലൂടെ ഉണർന്നു പൊട്ടിയ വെള്ളമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ആ ഉറവ് പൊട്ടിയ സ്ഥലവും അതാണ്. നമുക്ക് ഹദീസ് ഒന്ന് പെട്ടെന്ന് വായിക്കാം. ഇമാം ബറാഖ് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത സഹാബി പറയുകയാണ്, കുന്നാ യൗമൽ ഹുദൈബിയ്യത 14 മിനതൻ വൽ ഹുദൈബിയ്യതു ബിഉൻ വനസഅനാഹാ ഹത്താ ലം യത്റക് ഫീഹാ ഖത്രതൻ ഫജലസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് ഞാൻ വിടുന്നു, സമയമില്ല. അൻജാബിനെ ഖാല അതശന്നാസ് യൗമൽ ഹുദൈബിയ്യ. ജനങ്ങൾ മുഴുവനും ഹുദൈബിയ ദിവസം വല്ലാതെ ദാഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന യദൈഹി ഇരിക്കുക. റസൂലുള്ളാഹിന്റെ കയ്യിൽ ചെറിയൊരു കിണ്ടിയുണ്ട്. ഫതവല്ലാ, അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ വുളു എടുത്തു. എന്നിട്ടോ വുളു എടുക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ എല്ലാ സഹാബത്തും അടുത്തു വന്നു. അപ്പോ സഹാബത്തിനോട് ചോദിക്കുകയാണ് റസൂൽ, മാലക്കും ഇതൊക്കെ എന്താ? ഞാൻ എപ്പോഴും നിങ്ങൾ കാണുന്നതല്ലേ, പക്ഷെ ഇന്ന് മാത്രം തന്നെ എന്റെ അടുത്തേക്ക് ഞാൻ ഓടി വന്നതെന്ന് ചോദിച്ചു. അവര് പറയാണ്, ഞങ്ങളുടെ അടുക്കൽ വെള്ളമില്ല, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, അതുപോലെ ഞങ്ങൾക്ക് വുളു എടുക്കാൻ വെള്ളമില്ല. അങ്ങയുടെ കൈകളിലൂടെ ഉറവ് പൊട്ടി വരുന്ന വെള്ളമില്ലാതെ മറ്റൊരു വെള്ളമില്ല. അങ്ങയുടെ കൈകളിൽ ഇതാ ഉറവ് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ വെള്ളം എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഓടി വന്നത്. അതുകൊണ്ട് ആ വെള്ളം ഹബീബ് പറഞ്ഞു, കുടിച്ചോളൂ, നിങ്ങൾ വുളു എടുത്തോളൂ, ദാഹം തീരുന്നത് വരെ കുടിച്ചോളൂ. ഇത് അസുഖങ്ങൾക്ക് ശമനമാണ്, ഇത് രോഗങ്ങൾക്ക് സുഖമാണ്, ഇത് നിങ്ങളുടെ മുഴുവൻ അസ്വസ്ഥതകൾക്കും മധ്യമാണെന്ന് ഈ മക്കയുടെ 4ാമത്തെ അതിർത്തി, നമ്മുടെ ചരിത്രങ്ങളൊക്കെ വിടാണ്. 4ാമത്തെ അതിർത്തി നഹ്ലയാണ്. മക്കയുടെയും തായിഫിന്റെയും ഇടയിലുള്ള സ്ഥലമാണ്. അതുപോലെ നബുവത്തിന്റെ 10ാം കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിന്നിന്റെ ഏറെ കിട്ടിയ സ്ഥലമാണ്. ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട്, ചരിത്രങ്ങളുണ്ട്. റസൂലുള്ളാഹിനെ കുറിച്ച് കീറി കുറിച്ച് പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. യഖീൻ മഹ്കം, യഖീൻ മഹ്കം, അമൽ പൈഹം, മഹബ്ബത ഫാത്തിഹ് ആലം, മഹബ്ബത ഫാത്തിഹ് ആലം, ജിഹാദ് ജിന്ദഗാനി में ये मर्दों की शमशीरें, ये मर्दों की शमशीरें. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ ഒരു അടിസ്ഥാനമുണ്ടെങ്കിൽ അത് മുഹമ്മദ് റസൂലുള്ളാഹിനോടുള്ള സ്നേഹമാണ്. അല്ലാഹുവിന്റെ ഹബീബില്ലാതെ ജീവിതമില്ല, റസൂലുള്ളാഹി ഇല്ലാതെ മരണമില്ല. ആ ജീവിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി ജീവിക്കണം. മരിക്കുകയാണെങ്കിൽ ഹബീബിന് വേണ്ടി മരിക്കണം. ഉറങ്ങുകയാണെങ്കിൽ ഹബീബിനെ സ്വപ്നം കാണാൻ വേണ്ടി ഉറങ്ങണം. കുൽ, ഓ നബിയേ, നിങ്ങൾ പറയുക, ബിഫളില്ലാഹി വറഹ്മതി, അല്ലാഹുവിന്റെ ഫളൽ കൊണ്ടും റഹ്മത്ത് കൊണ്ടും
ഇറാഖിൽ നിന്ന് ഒരുപാട് ആടുകൾ വന്നു, ഇറാഖിൽ നിന്ന് ഒരുപാട് ഒട്ടകങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് മുതലുകൾ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ വരികയാണ്. അങ്ങനെ ഇത് അവസാനിപ്പിക്കാട്ടോ, വൃത്തിയാണ് അവസാനം മദീനയുടെ തന്നെ ഹനാക്കിയ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, ആ ഹനാക്കിയ എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഈ സമ്പത്തൊക്കെ കാണാൻ വേണ്ടി സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു അടിമയായ മൗലയുടെ കയ്യും പിടിച്ചുകൊണ്ട് ഹനാക്കിയുടെ ഭാഗത്തേക്ക് റസൂലുള്ളാഹിന്റെ സഹാബിയായ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു വരിക. ഇത് കണ്ടപ്പോ അടിമക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് എത്ര ഒട്ടകം കാണുന്നത്, ഇത്ര ആടുകളെ കാണുന്നത്, ഇത്ര വലിയ സമ്പത്ത് കാണുന്നത്, ഇതൊക്കെ കണ്ടപ്പോ അടിമ ഉമറിനോട് പറയാൻ പറഞ്ഞു, അല്ലാഹു അല്ലാഹ്, ഇത്ര വലിയ മുതൽ നമുക്ക് നൽകിയിട്ടില്ല, ഇതുവരെ ഇത്ര വലിയ സന്തോഷം അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ല. ഇതെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തെറ്റി എന്റെ സാലിം മൗലാ, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ഇതിനേക്കാളും വലിയ അനുഗ്രഹം ഏതാണ്? അത് നിങ്ങൾക്കറിയുമോ? ഖുൽ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി ഫബിദാലിക ഫലിയഫറഹൂ വഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഖാല അല്ലാഹു അസ്സ വജല്ല, ഓ നബിയേ, നിങ്ങൾ പറയുക, അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങൾക്ക് തന്നു, അതാണ് ഈ ആടുകളെക്കാളും നല്ലത്, ഈ ഒട്ടകത്തെക്കാളും നിങ്ങൾക്ക് നല്ലത്. മാത്രമല്ല വറഹ്മതി, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമാണ്, അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളിലേക്ക് തന്ന ആ ജന്മദിനമാണ്. ഫബിദാലിക ഫൽയഫ്റഹൂ, അതുകൊണ്ട് സന്തോഷിക്കട്ടെ. ഒട്ടകങ്ങളുടെ സന്തോഷത്തിന് അതിർത്തികളുണ്ട്, ആടുകളെ കൊണ്ട് സന്തോഷിക്കുന്നതിന് അതിർത്തികളുണ്ട്, സ്വർണ്ണങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്നതിന് അതിർത്തികളുണ്ട്. അക്കൂട്ടത്തിൽ കിസ്റ രാജാവ് ധരിച്ചിരുന്ന വളകൾ വരെ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. കിസ്റയുടെ വളകളെക്കാളും കിസ്റ രാജാവിന്റെ പത്നി ധരിച്ച ജ്വല്ലറികളെക്കാളും ജ്വൽസിനെക്കാളും നിങ്ങൾക്ക് നല്ലതെന്താണ്? അല്ലാഹുവിന്റെ ഹബീബിനെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? റസൂലുള്ളാഹിന്റെ ജന്മം കൊണ്ട് അല്ലാഹു നിങ്ങളെ അനുഗ്രഹിച്ചില്ലേ? ഫബിദാലിക ഫൽയഫറഹൂ, അതുകൊണ്ട് അവർ മിഠായി വിതരണം ചെയ്യട്ടെ, അതുകൊണ്ട് അവർ മധുരപായസം നൽകട്ടെ, അവർ കേക്കുകൾ നൽകട്ടെ. വഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അത് അവർ ഒരുമിച്ച് കൂട്ടുന്ന മുഴുവൻ കിസ്റയുടെ വളകളെക്കാളും അതുപോലെ കിസ്റയുടെ രാജ്ഞി ധരിച്ച മറ്റു ജ്വൽസുകളെക്കാളും നല്ലതാണെന്ന് അല്ലാഹു അസ്സ വജല്ല. അല്ലാഹു ഹബീബിന്റെ ജന്മം കൊണ്ട് സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിലും അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിലും പാപികളായ സാധുക്കളായ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്കറിയുമല്ലോ, ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാഇ മുഖ്തദിബി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇതുകൊണ്ട് നമുക്ക് പാടാം, യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ ഫഗ്ഫിർ ലനാ വമർദാ യാ വാസിഅൽ കരീം മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. തുമർരിദാ അൻ അബീ ബക്കർ وعن عمر وعن علي وعن عثمان الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. سعيد زبير طلحة وابي هريرة وابن عوف الناشر الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. പ്രിയപ്പെട്ടവരെ, ഹബീബിന്റെ ചരിത്രം പോലെ ലോകത്തൊരു ചരിത്രമില്ല. റസൂൽ
വഫാത്താകുമ്പോൾ എത്ര രോമം നിലച്ചിരുന്നു എന്ന് പോലും ചരിത്രത്തിൽ നമുക്ക് കാണാം. ലോകത്ത് ഇപ്പൊ ഇന്നലെ ഇറങ്ങിപ്പോയ ബറാക് ഒബാമ മരിച്ച് കസേരയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അയാളെ രോമം എത്രയെന്ന് ആരെങ്കിലും എണ്ണിക്കണോ? ഇല്ല. ആർക്ക് ചോദിച്ചറിയോ? ആർക്കറിയില്ല. എന്നാൽ 1500 വർഷങ്ങൾക്കപ്പുറം ജീവിച്ച മുഹമ്മദ് തങ്ങൾ വഫാത്താകുന്ന സമയത്ത് 13 താടി രോമങ്ങളായിരുന്നു അവിടത്തേത് നിലച്ചതെന്ന് മഹാന്മാരായ സ്വഹാബത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതുപോലെ ഓരോ ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട മറ്റൊരു മനുഷ്യനില്ല. മോസ്റ്റ് ഇൻഫ്ലുവൻസിംഗ് പേഴ്സണാലിറ്റിയെ ലോകം അടക്കി ഭരിച്ച നേതാവ് ആ ഹബീബിനെ കൊണ്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടുത്തെ എത്ര പറഞ്ഞാലും അവസാനിക്കൂല. ഞാനിപ്പോ റസൂലുള്ളാഹിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞില്ല. സമയോ മണിക്കൂർ ഒന്നിലേറെയായി, ഒന്നരയായി. ഞാനൊന്നും പറഞ്ഞെത്തിയിട്ടില്ല. ഞാൻ ആകെ 3 പേജാ പറഞ്ഞത്. എഴുതിക്കൊണ്ടെന്നത് 8 പേജ് ഉണ്ട്. ഇനിയും ബാക്കിയാണ്. അല്ലാഹു ആ റസൂലിനെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ ഒരാൾക്കും കഴിയൂല. بمقالتي لكن مدحت مقالتي بمحمد صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങൾ നിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുര വരച്ച റഹ്മാനെ, അവിടത്തേക്ക് വേണ്ടി രാവിലെ മുതൽ ഈ സ്ഥലത്ത് കാല് മടക്കി വെച്ചുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ച് ഞങ്ങൾ ഇവിടെ ഇരുന്നു റഹ്മാനെ. എല്ലാം കാണുന്ന മണിക്കുൽ ജബ്ബാറായ അല്ലാഹുൽ ഖുയൂബായ രാജാധിരാജനായ റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനേ. ഇവിടെ ഇരുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഞങ്ങൾക്ക് റഹ്മത്ത് നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്, അനുഗ്രഹം നൽകണേ റഹ്മാനേ. ഞങ്ങൾ പാപികളാണ് തമ്പുരാനേ. ഞങ്ങളൊക്കെ ചെയ്ത ദോഷങ്ങൾ കണ്ടാൽ ഒരു പക്ഷേ ഒരാള് ഞങ്ങളോട് മുഖമറിഞ്ഞ് ചിരിക്കുക പോലും ഇല്ല റഹ്മാനേ. അത്രമാത്രം പാപക്കറകളെ കൊണ്ട് ജീവിതം അലീവസമാണ് റഹ്മാനേ. ഞങ്ങൾക്കൊന്നുമില്ല അല്ലാഹ്, നിന്റെ ഹബീബിനോട് സ്നേഹമുണ്ടെന്ന് ഞങ്ങളിതാ പറയുന്നു. പക്ഷേ ഞങ്ങളുടെ മനസ്സിലേക്ക് ആ ഹുബ്ബ് ഇറങ്ങിയിട്ടുണ്ടോ ഞങ്ങൾക്കറിയില്ല റഹ്മാനേ. റബ്ബേ, അവിടുത്തെ ഒരു വാരെങ്കിലും പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ റഹ്മാനേ, അനുഗ്രഹം നൽകണേ റഹ്മാനേ. ഈ മദീന റസൂൽ സദസ്സിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിലേക്ക് ഭക്ഷണം നൽകിയവര്, ഇതിലേക്ക് മിഠായി നൽകിയവര്, കേക്ക് നൽകിയവര്, പായസം നൽകിയവര് മാത്രമല്ല, ഹബീബിന്റെ സദസ്സ് സംഘടിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടവര് എല്ലാവർക്കും നീ അനുഗ്രഹം നൽകണേ അല്ലാഹ്, അനുഗ്രഹം നൽകണേ റഹ്മാനേ, അനുഗ്രഹം നൽകണേ റഹ്മാനേ. ഖൈർ നൽകണേ തമ്പുരാനേ, ബർക്കത്ത് നൽകണേ തമ്പുരാനേ. ജീവിതത്തിലെ കടങ്ങൾ വീട്ടി തരണേ തമ്പുരാനേ. റബ്ബേ, അനുഗ്രഹം നൽകണേ തമ്പുരാനേ. ഞങ്ങൾക്കൊക്കെ ഹലാലായ സമ്പത്ത് കൊണ്ട് വീടുണ്ടാക്കാൻ തൗഫീഖ് കൊണ്ട് തമ്പുരാനേ. വീടുണ്ടാക്കിയവർക്ക് സമാധാനത്തോടുകൂടെ ആ വീടുകളിൽ അന്തിയുറങ്ങാൻ തൗഫീഖ് നൽകണേ. ഞങ്ങളുടെ ഭാര്യമാരെ നന്നാക്കണേ തമ്പുരാനേ, മക്കളെ നന്നാക്കണേ തമ്പുരാനേ. ഭാര്യയുടെയും മക്കളുടെയും കാര്യത്തിന് വേണ്ടി തല കുനിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് നൽകുന്ന മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി തല കുനിച്ച് നടക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് റഹ്മാനേ. അപമാനം ഞങ്ങളിൽ നിന്ന് അകറ്റണേ തമ്പുരാനേ. ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ തമ്പുരാനേ, ഞങ്ങളുടെ ഭാര്യമാരെ നന്നാക്കണേ തമ്പുരാനേ. ദീനിലും ദുനിയാവിലും ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനേ. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ തമ്പുരാനേ. ഇൽമ് നൽകണേ തമ്പുരാനേ. പഠിച്ച ഇൽമ കൊണ്ട് ഉപകാരം നൽകണേ റഹ്മാനേ. ഖൈർ നൽകണേ തമ്പുരാനേ. ഞങ്ങളുടെ മഹാന്മാരായ ഉസ്താദുമാർ ഓരോരുത്തരായും ഞങ്ങളോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളോട്
മരിച്ചുപോയ ബഹുമാനപ്പെട്ട AP ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, അതുപോലെ തന്നെ കോയക്കുട്ടി ഉസ്താദ്, ഇങ്ങനെ തുടങ്ങി ശംസുൽ ഉലമ കണ്ണീർ ഉസ്താദ് തുടങ്ങി മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ, പൂക്കോയ തങ്ങൾ തുടങ്ങി മഹാന്മാരായ ഞങ്ങളുടെ സാദാത്യങ്ങൾ റഹ്മാനേ, അവർക്കൊക്കെ നീ പൊറുത്തു കൊടുക്കണേ. അവരുടെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ കടക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പൊറുത്തു തരണേ. ഉസ്താദുമാർക്ക് പൊറുത്തു തരണേ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പല ആളുകൾക്കും പലതും ചോദിക്കാനുണ്ട് റഹ്മാനേ. കൂട്ടമായി ദുആ ചെയ്യുമ്പോൾ പലതും മനസ്സിൽ ഒതുക്കിയിട്ട് നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നവരുണ്ട് റബ്ബേ. ആ മനസ്സിനെ വായിക്കാൻ അറിയുന്ന എല്ലാമായ രാജാതിരാജനായ തമ്പുരാനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഡോക്ടർമാരുടെ ഡോക്ടറായ, വൈദ്യന്മാരുടെ വൈദ്യനായ അല്ലാഹ് സുഖമാക്കണേ തമ്പുരാനെ, സുഖമാക്കണേ റഹ്മാനേ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم يا ودود 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 يا الله. ويا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير وإنك على كل شيء قدير وبالإجابة لجدير وبالإجابة لجدير وبالإجابة لجدير فإنك على كل شيء قدير. حقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله